നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് ഷേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. കാപ്പ കേസ് പ്രതിക്കു വേണ്ടി ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ്. SUV കാർ ഒഴുക്കിൽപ്പെട്ട് അമ്മയും മക്കളും മരിച്ചു. ഭർത്താവ് രക്ഷപ്പെട്ടു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പേവിഷ വാക്സിൻ കിട്ടാനില്ല. നായ കടിച്ചാൽ എന്തു ചെയ്യും? ഓണത്തിന് കൈപ്പൊള്ളും. കുതിച്ചുയർന്ന് അരിവില. വിപണിയിൽ ഇടപെടാതെ UDF സർക്കാർ. ഡിജിറ്റൽ സർവേയും താറുമാറായി. കരാർ ജീവനക്കാരെ പിരിച്ചുവിട്ടു. ഓണത്തിന് തിളങ്ങാൻ പയ്യന്നൂർ ഖാദിയുടെ ഖാദി ഡ്യുവോ. പ്രക്ഷോഭകാഹളം. തദ്ദേശ ഫണ്ട് വെട്ടിക്കുറച്ചതിനെതിരെ ജനപ്രതിനിധികൾ. SUV കാർ ഒഴുക്കിൽപ്പെട്ട് അമ്മയും 2 പെൺമക്കളും മരിച്ചു. മഹാരാഷ്ട്രയിലെ യവത്മാൽ ജില്ലയിൽ കനത്ത വെള്ളപ്പൊക്കത്തിലാണ് SUV കാർ ഒഴുക്കിൽപ്പെട്ടത്. വെള്ളിയാഴ്ചയാണ് ഇവരുടെ മൃതദേഹങ്ങളും വാഹനവും കണ്ടെടുത്തത്. എന്നാൽ കാറിലുണ്ടായിരുന്ന ഭർത്താവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വ്യാഴാഴ്ച അഹല്യാനഗർ ജില്ലയിലെ ലോണി പ്രദേശത്തേക്ക് കുടുംബം യാത്ര ചെയ്യുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത്. കനത്ത മഴയെ തുടർന്ന് ധർമ്മ പ്രദേശത്തെ കുംതി നദി പാലത്തിന് മുകളിലൂടെ കവിഞ്ഞൊഴുകിയായിരുന്നു. പാലം മുറിച്ചു കടക്കാൻ ശ്രമിച്ചതോടെ കാർ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. വാഹനം വെള്ളത്തിൽ ഒലിച്ചു പോകുന്നതിനിടയിൽ ഭർത്താവ് കാറിൽ നിന്നും പുറത്തു ചാടി ഒരു മരത്തിൽ പിടിച്ചു രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ ഭാര്യയ്ക്കും 2 പെൺമക്കൾക്കും കാറിനുള്ളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചില്ല. അപകട വിവരം അറിഞ്ഞ് പോലീസും ദുരന്ത നിവാരണ സേനയും ഉടൻ തന്നെ സ്ഥലത്തെത്തി. രാത്രി മുഴുവൻ നീണ്ടുനിന്ന തിരച്ചിലിനൊടുവിൽ വെള്ളിയാഴ്ചയോടെ 3 പേരുടെയും മൃതദേഹങ്ങളും തകർന്ന വാഹനവും കണ്ടെത്തുകയായിരുന്നു. അതേസമയം മഹാരാഷ്ട്രയിൽ വരും ദിവസങ്ങളിലും വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട്. പല ജില്ലകളിലും റെഡ്, ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പേവിഷ വാക്സിൻ കിട്ടാനില്ല. നായ കടിച്ചാൽ എന്തു ചെയ്യും? പരിയാരം കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പേവിഷ ബാധയ്ക്കെതിരെ കുത്തിവെക്കുന്നതിന് വാക്സിൻ കിട്ടുന്നില്ല. ആൻറ്റി റാബിൻ വാക്സിൻ സ്റ്റോക്ക് ഉണ്ടെങ്കിലും ഇത് കുട്ടികൾ ഉൾപ്പെടെ പലരിലും അലർജിക്ക് കാരണമാകുന്നതാണ്. പകരം ഉപയോഗിക്കേണ്ട റാബി ഷീൽഡ് ഉൾപ്പെടെയുള്ള വില കൂടിയ പ്രതിരോധ മരുന്നുകളാണ് ലഭ്യമല്ലാത്തത്. കുറഞ്ഞ വിലയ്ക്ക് ആശുപത്രിയിലെ ന്യായവില ഫാർമസിയിൽ ലഭിച്ച മരുന്നാണ് 2 മാസമായി എത്താത്തത്. നായ, പൂച്ച, കുറുനരി തുടങ്ങിയവയുടെ കടിയേറ്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി എത്തുന്നവർ ഇതിനാൽ കടുത്ത പ്രയാസത്തിലാണ്. സ്വകാര്യ ഫാർമസികളിൽ 4000-ലധികം രൂപയാണ് മരുന്നുവില. രാത്രി വൈകി സ്വകാര്യ ഫാർമസികൾ പ്രവർത്തിക്കാത്തതിനാൽ മരുന്ന് ലഭ്യമാകാത്ത അവസ്ഥയും ഉണ്ട്. താലൂക്ക് ആശുപത്രികളിൽ ആൻറ്റി റാബി വാക്സിൻ സാമ്പിൾ കുത്തിവെച്ച് അലർജി സ്ഥിരീകരിച്ച് ധാരാളം രോഗികളെ കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എത്തുന്നവരും ദുരിതം അനുഭവിക്കുകയാണ്. നിലവിൽ ജില്ലാ ആശുപത്രിയിലും റാബി ഷീൽഡ് ഉൾപ്പെടെ ഉയർന്ന വിലയുള്ള പ്രതിരോധ മരുന്നുകൾ ലഭ്യമല്ല. ഓണത്തിന് തിളങ്ങാൻ പയ്യന്നൂർ ഖാദിയുടെ ഖാദി ഡ്യുവോ. ഓണത്തോടനുബന്ധിച്ച് പയ്യന്നൂർ ഖാദി കേന്ദ്രം ഉൽപ്പാദിപ്പിക്കുന്ന ഷർട്ടിൻ്റെയും മുണ്ടിൻ്റെയും കോംബോ ഖാദി ഡ്യുവോ എന്ന പേരിൽ വിപണിയിൽ. ജില്ലാ കളക്ടർ P. വിഷ്ണുരാജ് കണ്ണൂർ പ്രൊജക്ട് സർക്കിൾ ഇറിഗേഷൻ ജൂനിയർ സൂപ്രണ്ട് PC. റഫീഖിനെ നൽകിക്കൊണ്ട് വിപണിയിൽ ഇറക്കി. ഖാദി മുണ്ടിൻ്റെ കരക്ക് യോജിച്ച് ഷർട്ട് പീസുകൾ വേണമെന്ന് ഉപഭോക്താക്കളുടെ വർഷങ്ങളായുള്ള ആവശ്യത്തിന് ഇതോടെ പരിഹാരമായി. പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിൻ്റെ സ്വന്തം തറികളിൽ നെയ്തെടുത്ത കോംബോ സെറ്റ് 30% വിലക്കിഴിവിൽ കണ്ണൂർ ഖാദി ഗ്രാമ സൗഭാഗ്യയിലെ ഓണം മേളയിൽ ലഭ്യമാണ്. പരിപാടിയിൽ പയ്യന്നൂർ ഖാദി കേന്ദ്രം ഡയറക്ടർ KV രാജേഷ്, കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ഡയറക്ടർ സുഭാഷ് P., പ്രൊജക്ട് ഓഫീസർ ജിഷ K., അസിസ്റ്റന്റ് രജിസ്ട്രാർ അനിൽ K., വില്ലേജ് ഇൻഡസ്ട്രീസ് ഓഫീസർ ഫാറൂഖ് KV, സൂപ്രണ്ടുമാരായ ദിപേഷ് നാരായണൻ, സുജിത് രവി, മുഹമ്മദ് ബഷീർ എന്നിവർ സംബന്ധിച്ചു. മേള ആഗസ്റ്റ് 25-ന് സമാപിക്കും. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ R. സുഗതന്റെ അയോഗ്യത ഒഴിവാക്കാൻ UDF സർക്കാർ നടത്തിയ നീക്കം വിവാദത്തിൽ. ക്രിമിനൽ കേസിൽ തടവിലാക്കപ്പെട്ട സുഗതന്റെ കൗൺസിൽ സ്ഥാനം സംരക്ഷിക്കുന്ന ഉത്തരവ് ആഭ്യന്തര വകുപ്പാണ് പുറത്തിറക്കിയത്. ജൂൺ 20-ന് സർക്കാർ പുറത്തിറക്കിയ ഈ ഉത്തരവിന്റെ ബലത്തിലാണ് വെള്ളിയാഴ്ചത്തെ കൗൺസിൽ യോഗത്തിൽ സുഗതന് 6 മാസത്തേക്ക് അവധി നൽകാൻ BJP ഭരണസമിതി തീരുമാനമെടുത്തത്. കൗൺസിൽ യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കാനാകില്ലെങ്കിലും ജയിൽ സൂപ്രണ്ട് മുഖേന തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലിന് അവധി സമർപ്പിക്കാൻ സുഗതന് അവകാശമുണ്ടെന്ന് ഉത്തരവിൽ പറയുന്നു.
കോർപ്പറേഷൻ കൗൺസിൽ യോഗം ഈ അപേക്ഷ വോട്ടിന് അംഗീകരിച്ചാൽ കൗൺസിൽ സ്ഥാനം സുരക്ഷിതമായിരിക്കുമെന്നും സർക്കാർ സുഗതന് ഉറപ്പു നൽകുന്നു. വെള്ളിയാഴ്ചത്തെ കൗൺസിൽ യോഗത്തിൽ ഈ ഉത്തരവ് ഉയർത്തിപ്പിടിച്ചാണ് മേയർ വി രാജേഷ് സുഗതന് സംരക്ഷണമൊരുക്കിയത്. UDF വിമതനായ പൗണ്ട്കടവ് വാർഡ് കൗൺസിലറുടെ ഉൾപ്പെടെ 51 പേരുടെ പിന്തുണയിൽ സുഗതന്റെ അവധി അംഗീകരിച്ചെന്നും മേയർ പറഞ്ഞു. LDF അംഗങ്ങൾ ശക്തമായ പ്രതിഷേധം ഉയർത്തിയപ്പോൾ മറ്റ് കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ കൗൺസിൽ യോഗം പിരിഞ്ഞു എന്ന് പ്രഖ്യാപിച്ച് മേയർ ഇറങ്ങിപ്പോയി. എന്നാൽ തന്റെ വകുപ്പ് ഇറക്കിയ ഉത്തരവിനെക്കുറിച്ച് അറിയില്ലെന്ന വിചിത്ര നിലപാടിലാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസിനെ ഉൾപ്പെടെ ആക്രമിച്ച കേസിലെ പ്രതിയെ സംരക്ഷിക്കും വിധം ഉത്തരവിറക്കിയത് മന്ത്രിയും അഡീഷണൽ ചീഫ് സെക്രട്ടറിയും അറിയാതെയാണെന്ന ന്യായീകരണം BJP-UDF ബന്ധത്തെ മറച്ചുവെക്കാനാണെന്നാണ് ആക്ഷേപം. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായി കരുതൽ തടങ്കലിൽ കഴിയുന്ന ആർ സുഗതൻ വെള്ളിയാഴ്ചത്തെ കൗൺസിലിൽ പങ്കെടുത്തില്ലെങ്കിൽ അയോഗ്യനാകേണ്ടതായിരുന്നു. ഇത് മറികടക്കാനാണ് വഴിവിട്ട് അവധി അപേക്ഷയുമായി BJP നീക്കം നടത്തിയത്. നിയമപരമായി കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാനാകാത്ത അംഗങ്ങൾക്ക് അവധി അനുവദിക്കാൻ മുനിസിപ്പൽ ആക്ടിൽ വ്യവസ്ഥകളുണ്ട്. എന്നാൽ ക്രിമിനൽ കേസിൽ തടവിലാക്കപ്പെടുന്നയാൾക്ക് അവധി നൽകുന്നതിന് പ്രത്യേക നിഷ്കർഷകളില്ല. 1994 കേരള മുനിസിപ്പാലിറ്റി ആക്ട് നിലവിൽ വന്നത്. കാപ്പ നിയമം നിലവിൽ വന്നത് 2007 അതുകൊണ്ട് കാപ്പ കേസിൽപ്പെടുന്ന ജനപ്രതിനിധിക്ക് എന്ത് അവകാശങ്ങളാണുള്ളത് എന്ന് ആക്ടിൽ പറയുന്നില്ല. മുനിസിപ്പൽ ആക്ടിനെ കൂട്ടുപിടിച്ച് സുഗതനെ സംരക്ഷിക്കാനാകില്ല എന്നുറപ്പായതോടെയാണ് UDF സർക്കാരിന്റെ ഉത്തരവ് BJPക്ക് ഫലമായത്. ചട്ടവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ നീക്കത്തിലൂടെയാണ് സുഗതനെ മേയർ സംരക്ഷിക്കുന്നതെന്ന് LDF പാർലമെന്ററി പാർട്ടി നേതാവ് SP ദീപക് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ദീപക് അറിയിച്ചു. ഓണത്തിന് കൈപൊള്ളും കുതിച്ചുയർന്ന് അരിവില, വിപണിയിൽ ഇടപെടാതെ UDF സർക്കാർ. തിരുവനന്തപുരം വിപണിയിൽ ഇടപെടാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാഞ്ഞതോടെ ഓണാഘോഷങ്ങൾക്ക് ചെലവേറും. ഓണത്തിനും നബിദിനത്തിനും ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ അരിയും പഞ്ചസാരയും പയർവർഗ്ഗങ്ങളും അടക്കമുള്ള അവശ്യവസ്തുക്കൾക്ക് വില കുത്തനെ കൂടി. ഏറ്റവും അധികം ഡിമാൻഡുള്ള അരികൾക്ക് 5 രൂപ മുതൽ 20 രൂപ വരെ കൂടി. ഒരു മാസത്തിനിടെ വൻ വർധനയാണുണ്ടായിരിക്കുന്നത്. സർക്കാർ വിപണിയിൽ ഇടപെടാത്തതിനാൽ വില വർധന തുടരുകയാണ്. സ്ഥിതി തുടർന്നാൽ ഓണമാകുമ്പോഴേക്ക് വില ഇനിയും വർദ്ധിച്ചേക്കാം. പൊന്നിയരി, മട്ടയരി, ജയ, കുറുവ, സുലേഖ തുടങ്ങി ജനപ്രിയ ഇനങ്ങളുടെയെല്ലാം വിലയിൽ വലിയ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. മൊത്തവിതരണ കേന്ദ്രങ്ങളിൽ ആന്ധ്രജയയ്ക്ക് 42 രൂപയുണ്ടായിരുന്നത് 45 കർണാടക വടിമട്ടയ്ക്ക് 55 രൂപയിൽ നിന്ന് 58 രൂപയായി. കർണാടക പച്ചരിയുടെ വില 29.50 രൂപയിൽ നിന്ന് 32 രൂപയായും തമിഴ്നാട് കുറുവയുടെ വില 34 രൂപയിൽ നിന്ന് 40 രൂപയായും ഉയർന്നു. 44 രൂപയുണ്ടായിരുന്ന സിംഗിൾ മട്ടയ്ക്കും ഡബിൾ മട്ടയ്ക്കും 47 രൂപ കൊടുക്കണം. 50 രൂപയുണ്ടായിരുന്ന ജ്യോതി മട്ടയുടെ വില 57 ജയ അരിക്ക് 40 രൂപയുണ്ടായിരുന്നത് 45 ഒഡീഷ കുറുവ അരിക്ക് 34 രൂപയായിരുന്നത് 40 രൂപയായി. ആന്ധ്ര സുലേഖയ്ക്ക് 42 രൂപയായിരുന്നത് 49 രൂപയായി. തെലങ്കാന സോന മസൂരി ഇനത്തിനാണ് ഏറ്റവും വലിയ വർധന രേഖപ്പെടുത്തിയിട്ടുള്ളത്. 45 രൂപയുണ്ടായിരുന്ന ഈ അരിയുടെ വില നിലവിൽ 65 രൂപയായാണ് കുതിച്ചുയർന്നത്. വൻ ഡിമാൻഡുള്ള ടൈഗർ മാർക്ക് പൊന്നി അരിക്ക് 12 രൂപയാണ് വർദ്ധിച്ചത്. 45 രൂപയുണ്ടായിരുന്ന അരിക്ക് 55.57 രൂപയാണ് ഇപ്പോൾ വില. ചില്ലറ വിപണിയിൽ ഉപഭോക്താക്കൾ വില അതിലും അധികം നൽകേണ്ടി വരും. പെട്രോൾ ഡീസൽ വില അടിക്കടി വർദ്ധിക്കുന്നതും ഇന്ത്യയിൽ നിന്ന് അരി കയറ്റുമതിക്കുള്ള നിബന്ധനകൾ കേന്ദ്ര സർക്കാർ നീക്കിയതും വില വർധനവിന് കാരണമായി. അരിയുമായി വരുന്ന ഒരു ട്രക്കിന് 3 മാസം മുമ്പ് കൊടുത്തതിനേക്കാൾ 10,000 മുതൽ 20,000 രൂപ വരെ വാടകയാണ് നിലവിൽ മൊത്തക്കച്ചവടക്കാർ നൽകേണ്ടത്. തമിഴ്നാട്, ഒറീസ, ആന്ധ്ര, കർണാടക എന്നിവിടങ്ങളിൽ നിന്നാണ് കേരളത്തിൽ പ്രധാനമായും അരി ഇറക്കുമതി ചെയ്തിരുന്നത്. ഒറീസയിൽ നിന്ന് അരി വൻതോതിൽ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതും പ്രതിസന്ധിയായി. വിലക്കയറ്റം നിയന്ത്രിക്കാൻ മുൻകാലങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ നീക്കിയതായാണ് കയറ്റുമതി വർദ്ധിക്കാൻ കാരണം. കയറ്റുമതി തീരുവ ഒഴിവാക്കിയതും വലിയ തിരിച്ചടിയായി. പഞ്ചസാരയ്ക്ക് ഒറ്റയടിക്ക് 2.5 രൂപ കൂടി. ഇതിനേക്കാൾ ഏറെ തിരിച്ചടിയായിരിക്കുന്നത് കോഴിത്തീറ്റയ്ക്കും കാലിത്തീറ്റയ്ക്കും ഉണ്ടായ വർധനയാണ്. 5 മുതൽ 8 രൂപ വരെയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇത് സാധാരണക്കാർക്ക് കനത്ത തിരിച്ചടിയായി. ഇത്ര വലിയ വർധനയുണ്ടായിട്ടും സർക്കാർ വിപണിയിൽ ഇടപെടാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. ഡിജിറ്റൽ സർവേയും താറുമാറായി, കരാർ ജീവനക്കാരെ പിരിച്ചുവിട്ടു. സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേ നടപടികളും താറുമാറായ അവസ്ഥയിൽ.
സർവേ ഡിപ്പാർട്ട്മെന്റിലെ 2800 ജീവനക്കാരെ സർക്കാർ പിരിച്ചുവിട്ടു. 4 മാസത്തെ ശമ്പളം കുടിശ്ശികയായി നിൽക്കുമ്പോഴാണ് സർക്കാരിന്റെ ഈ നടപടി. കുടിശ്ശിക പോലും നൽകാതെയാണ് കരാർ ജീവനക്കാരെ പിരിച്ചുവിട്ടത്. ഇന്നു മുതൽ ജോലിക്ക് വരണ്ട എന്ന് അടിയന്തര ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു. കോടികൾ ചെലവഴിച്ചാണ് ഡിജിറ്റൽ സർവേ നടപടിക്ക് വേണ്ട പദ്ധതി രൂപീകരിച്ചത്. എന്നാൽ ഇതിന്റെ നടപടികൾ സംസ്ഥാനത്തെ ഒട്ടുമിക്ക വില്ലേജുകളിലും പൂർത്തിയായിട്ടില്ല. കൂട്ടമായുള്ള ഈ അപ്രതീക്ഷിത പിരിച്ചുവിടൽ പദ്ധതിയുടെ താളം തെറ്റിച്ചിരിക്കുകയാണ്. ഫണ്ടിൽ അപര്യാപ്തതയുണ്ടെന്നാണ് ഉത്തരവിൽ പറയുന്നത്. എങ്ങനെയാണ് ഡിജിറ്റൽ സർവേ നടപടികൾ പൂർത്തീകരിക്കുക എന്ന കാര്യത്തിൽ സർക്കാരിന് യാതൊരു മുൻകരുതലുമില്ലാതെയാണ് പിരിച്ചുവിടൽ. അതും പദ്ധതി ആരംഭിച്ച് ദിവസങ്ങൾക്കുള്ളിലായത് കാര്യങ്ങളെല്ലാം അനിശ്ചിതത്വത്തിലാക്കിയിട്ടുണ്ട്. പ്രവർത്തനങ്ങൾ ഓഗസ്റ്റ് 1 മുതൽ നിർത്തിവയ്ക്കാനാണ് ഉത്തരവ്. സർക്കാർ വിദ്യാലയങ്ങൾ ജനങ്ങളുടെ വിദ്യാലയങ്ങളെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ചാവശ്ശേരി ഗവൺമെന്റ് HSSൽ പുതിയതായി നിർമ്മിച്ച ക്ലാസ് മുറികൾ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. അടിസ്ഥാന സൗകര്യ വികസനത്തിലും പഠന മികവിലും മുന്നേറുന്ന സംസ്ഥാനത്തെ സർക്കാർ വിദ്യാലയങ്ങൾ നാടിന്റെ മാതൃകയാണെന്നും ഇതിന്റെ ഉടമസ്ഥർ ജനങ്ങളാണെന്നും വൈദ്യുതി പാർലമെന്റുകാര്യ വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ചാവശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ക്ലാസ് മുറികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കലാകായിക മികവിലും പഠനത്തിലും സർക്കാർ വിദ്യാലയങ്ങൾ വലിയ മുന്നേറ്റമാണ് നടത്തുന്നത്. കാലത്തിനനുസരിച്ച് സാങ്കേതിക മികവിലും റോബോട്ടിക് സയൻസിലും നിർമ്മിതി ബുദ്ധിയിലുമെല്ലാം ലോകം മാറുകയാണ്. ഇതിന് അനുസൃതമായി വിദ്യാലയങ്ങളുടെ സൗകര്യങ്ങൾ കുട്ടികൾ പ്രയോജനപ്പെടുത്തണം. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം സമൂഹത്തിൽ നല്ല തലമുറകളെ സൃഷ്ടിക്കുമെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ചാവശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിവിധ മത്സര പരീക്ഷകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ മന്ത്രി മൊമന്റോ നൽകി ആദരിച്ചു. ഇരിട്ടി നഗരസഭാ ചെയർമാൻ വി വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. സർവശിക്ഷ കേരളം ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ KV ദീപേഷ് പദ്ധതി വിശദീകരണം നടത്തി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ K സോയ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K രാജൻ, കൗൺസിലർമാരായ CM രമ്യ, വി രാജീവൻ, പ്രിൻസിപ്പൽ മൻസൂർ കിണാക്കുൽ, SSKPBC KV അബ്ദുൾ മുനീർ, പ്രധാനാധ്യാപകൻ CA അബ്ദുൾ ഗഫൂർ, PTA പ്രസിഡന്റ് KK ശ്രീനിവാസൻ, മദർ PTA പ്രസിഡന്റ് K ജിഷ, സ്കൂൾ ജനാധിപത്യവേദി അധ്യക്ഷ ആലിയ ഷെർബിൻ, സ്റ്റാഫ് സെക്രട്ടറി VP ഷീബ തുടങ്ങിയവർ സംസാരിച്ചു. സർവശിക്ഷ കേരളം 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഓഡിറ്റോറിയമായി ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ക്ലാസ് മുറികൾ നിർമ്മിച്ചത്. RBI ഉന്നത ഉദ്യോഗസ്ഥർ റൂട്ട്സെറ്റ് കണ്ണൂർ സന്ദർശിച്ചു. കണ്ണൂർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഉന്നതതല പ്രതിനിധി സംഘം കണ്ണൂർ റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിച്ച് പരിശീലനാർത്ഥികളുമായും സംരംഭകത്വത്തിലേക്ക് കടന്നുവരാൻ ആഗ്രഹിക്കുന്ന യുവാക്കളുമായും സംവദിച്ചു. ബാങ്കിംഗ്, ധനകാര്യ സാക്ഷരത, സംരംഭകത്വ സാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങളെ ആസ്പദമാക്കി നടന്ന സംവാദം ശ്രദ്ധേയമായി. റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ദീപകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ RBI തിരുവനന്തപുരം മേഖലാ ഡയറക്ടർ പ്രവീൺ കുമാർ, വസന്ത രാമചന്ദ്രൻ, ജനറൽ മാനേജർ മുഹമ്മദ് സാജിദ് PK, അസിസ്റ്റന്റ് ജനറൽ മാനേജർ സബിത് സലീം, SLBC കേരള ജനറൽ മാനേജറും കൺവീനറുമായ സന്തോഷ് VS, കണ്ണൂർ ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ ഡോക്ടർ രഞ്ജിത്ത് KS എന്നിവർ പങ്കെടുത്തു. വനിതകൾക്കായുള്ള ടൈലർ ഗാർമെന്റ് പരിശീലന ബാച്ച്, ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി പരിശീലന ബാച്ച്, കൂടാതെ കേരള തൊഴിൽ വകുപ്പിന്റെ പിന്തുണയോടെ സംഘടിപ്പിച്ച എന്റർപ്രണർഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാം പരിശീലനാർത്ഥികളുമായും ഉദ്യോഗസ്ഥർ നേരിട്ട് സംവദിച്ചു. പരിപാടിയുടെ ഭാഗമായി റൂട്ട്സെറ്റിൽ പരിശീലനം നേടി വിജയകരമായി സംരംഭം നടത്തുന്ന 2 വനിതാ സംരംഭകരെ RBI പ്രതിനിധികൾ ആദരിച്ചു. സ്കൂൾ കശുവണ്ടി ഉൽപ്പന്നങ്ങളുടെ ഉടമ സൂക്ഷ്മമായും ഷെഫീസ് ചോക്ലേറ്റ് സ്ഥാപകമായ ഷഫീനയെയും പൊന്നാട അണിയിച്ച് ആദരിച്ചു. സംവാദ സെഷനിൽ പരിശീലനാർത്ഥികൾ വ്യാജനോട്ടുകൾ തിരിച്ചറിയുന്ന മാർഗങ്ങൾ, സ്വർണ്ണ വായ്പാ സംബന്ധമായ സംശയങ്ങൾ, സംരംഭകത്വ സാധ്യതകൾ, ധനകാര്യ ബോധവൽക്കരണം, ബാങ്കിംഗ് മേഖലയിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്രയോഗങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചു. RBI ഉദ്യോഗസ്ഥർ വിശദമായ മറുപടികൾ നൽകി. പരിശീലനാർത്ഥികളുടെ സംശയങ്ങൾ ദൂരീകരിച്ചു. അടുത്തിടെ സമാപിച്ച ജനറൽ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ വിജയകരമായി പരിശീലനം പൂർത്തിയാക്കിയവർക്ക് സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. മുതിർന്ന RBI ഉദ്യോഗസ്ഥരുമായി നേരിട്ട് ആശയവിനിമയം നടത്താനും ബാങ്കിംഗ്, ധനകാര്യം, സംരംഭകത്വം എന്നിവയെക്കുറിച്ചുള്ള പ്രായോഗിക അറിവുകൾ നേടാനും ലഭിച്ച അവസരം ഏറെ പ്രയോജനകരമാക്കിയിരുന്നുവെന്ന് പരിശീലനാർത്ഥികൾ അഭിപ്രായപ്പെട്ടു. സ്വയം തൊഴിലും ധനകാര്യ സാക്ഷരതയും പ്രോത്സാഹിപ്പിക്കുന്നതിൽ റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുന്ന പരിപാടിയായും ഇത് വിലയിരുത്തപ്പെട്ടു. കലക്ടറേറ്റിൽ കൊതുക് പ്രജനന കേന്ദ്രങ്ങൾ രൂപപ്പെടാതിരിക്കാൻ ജീവനക്കാർക്ക് പരിശീലനം നൽകും. ജില്ലാ കലക്ടറേറ്റ് വളപ്പിലെ ഒഴിഞ്ഞ സ്ഥലങ്ങളും തൊട്ടടുത്തുള്ള സർക്കാർ ഓഫീസ് പരിസരങ്ങളും കൊതുക് പ്രജനന കേന്ദ്രങ്ങൾ ആകാതിരിക്കാൻ ജില്ലാ
വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ജീവനക്കാർക്ക് പരിശീലനം നൽകുന്നു. ഓരോ ഓഫീസിലെയും പാർട്ട് ടൈം സ്വീപ്പർ, ഒരു ജീവനക്കാരൻ അല്ലെങ്കിൽ ജീവനക്കാരി എന്നിവർക്കാണ് ഓഗസ്റ്റ് 3 കളക്ടറേറ്റിൽ വെച്ച് പരിശീലനം നൽകുക. വെള്ളിയാഴ്ച ചേർന്ന അവലോകന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. ഇതിനു പുറമെ ആഗസ്റ്റ് 1 ഉൾപ്പെടെ എല്ലാ ശനിയാഴ്ചകളിലുമുള്ള ഓഫീസുകളിലെ ഡ്രൈ ഡേ ആചരണം കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കുകയും ചെയ്യും. ജൂലൈ 25 ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ് ആഭിമുഖ്യത്തിൽ കലക്ടറേറ്റിലെയും സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസ്, താലൂക്ക് ഓഫീസ് ഉൾപ്പെടെ സമീപത്തെ 102 സർക്കാർ ഓഫീസുകളിലും പരിസരത്തും പരിശോധന നടത്തിയിരുന്നു. ഇതിൽ 16 കൊതുകുകളുടെ ലാർവ കണ്ടെത്തി. ഓഫീസുകളുടെ പരിസരത്തെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ വെള്ളം കെട്ടിക്കിടന്നാണ് കൂത്താടികൾ രൂപപ്പെടുന്നത്. കേസുകളിലും മറ്റും ഉൾപ്പെട്ട ദീർഘകാലമായി നിർത്തിയിട്ട വാഹനങ്ങളിലും വെള്ളം കെട്ടിക്കിടന്ന് സമാനാവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നു. ഉപയോഗശൂന്യമായ ടയറുകൾ, ബക്കറ്റുകൾ, പ്ലാസ്റ്റിക് ഷീറ്റുകൾ എന്നിവ വെള്ളം കെട്ടി നിർത്താൻ സാധ്യതയുള്ളതിനാൽ ഉടൻ നീക്കം ചെയ്യണമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ADM PN പുരുഷോത്തമൻ നിർദ്ദേശിച്ചു. ഫോഗിംഗ്, ഇൻഡോർ സ്പ്രേ ഉൾപ്പെടെ കൊതുക് നശീകരണ പ്രവൃത്തികൾ ഇടയ്ക്കിടെ ചെയ്യുന്നുണ്ടെന്ന് വെക്ടർ കൺട്രോൾ യൂണിറ്റ് അറിയിച്ചു. ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ KK സുബൈർ, ജില്ലാ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ ഓഫീസർ ഡോക്ടർ ഷിനി KK, ഹുസൂർ ശിരസ്ദാർ, രാജേഷ് ഖന്ന, ഡെപ്യൂട്ടി പ്രക്ഷോഭകാഹളം തദ്ദേശ ഫണ്ട് വെട്ടിക്കുറച്ചതിനെതിരെ ജനപ്രതിനിധികൾ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചും ഫണ്ട് അനുവദിക്കാതെയും തദ്ദേശ സ്ഥാപനങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന UDF സർക്കാർ നയത്തിനെതിരെ ജനപ്രതിനിധികൾ സമരരംഗത്ത്. കോർപ്പറേഷൻ മുനിസിപ്പൽ കൗൺസിലർമാരും തിരുവനന്തപുരം ജില്ലയിലെ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും LDF നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് ചെയ്തു. പഞ്ചായത്തുകളിലേക്ക് ആഗസ്റ്റ് 1, 3 തീയതികളിൽ ജനപ്രതിനിധികളും ബഹുജനങ്ങളും മാർച്ച് നടത്തും. LDF സർക്കാർ ബജറ്റിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്ലാൻ ഫണ്ടായി 10,189 കോടി രൂപ നീക്കിവെച്ചപ്പോൾ UDF സർക്കാർ 8,655.45 കോടിയാക്കി കുറച്ചു. 1,533.55 കോടി കുറവ്. കോർപ്പറേഷനുകൾക്ക് 569.15 കോടി, നഗരസഭകൾക്ക് 222.69 കോടി, ത്രിതല പഞ്ചായത്തുകളുടെ വിഹിതത്തിൽ 741.51 കോടി എന്നിങ്ങനെ കുറഞ്ഞു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. GR അനിൽ MLA അധ്യക്ഷനായി. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുൻ ധനമന്ത്രി KN ബാലഗോപാൽ, ISJD സംസ്ഥാന പ്രസിഡന്റ് മാത്യു T തോമസ്, RJD സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ്, NCPSP സംസ്ഥാന പ്രസിഡന്റ് തോമസ് K തോമസ്, കോൺഗ്രസ് S പ്രസിഡന്റ് രാമചന്ദ്രൻ കടന്നപ്പള്ളി, സഹായദാസ്, PC ജോസഫ്, ഷാജി കടമല, P പ്രസന്നകുമാർ, SM ബഷീർ, മുനിസിപ്പൽ ചെയർമാൻ ചേംബർ സെക്രട്ടറി VV രമേശൻ, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് BP മുരളി, നെടുമങ്ങാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ R ജയദേവൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ LDF നേതാവ് SP ദീപക് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. ജയിൽ നിറക്കൽ സമരം കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിക്കും. ആഗസ്റ്റ് 10 നടക്കുന്ന ജയിൽ നിറക്കൽ സമരത്തിൻ്റെ ഭാഗമായി കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിക്കാൻ തൊഴിലാളി കർഷക തൊഴിലാളി സംയുക്ത ജില്ലാ കൺവെൻഷൻ തീരുമാനിച്ചു. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, കർഷക തൊഴിലാളി വിരുദ്ധ നയങ്ങൾ അവസാനിപ്പിക്കുക, തൊഴിലുറപ്പ് പദ്ധതികൾക്ക് ആവശ്യമായ ഫണ്ട് അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. കൺവെൻഷൻ KSKTU സംസ്ഥാന ജനറൽ സെക്രട്ടറി N ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. BKMU ജില്ലാ സെക്രട്ടറി KV ബാബു അധ്യക്ഷനായി. CITU അഖിലേന്ത്യാ സെക്രട്ടറി KN ഗോപിനാഥ്, കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് P ഗോവിന്ദൻ, HMS ജില്ലാ സെക്രട്ടറി രവീന്ദ്രൻ കുന്നോത്ത്, KSKTU ജില്ലാ സെക്രട്ടറി M ശ്രീധരൻ, INLC സംസ്ഥാന സെക്രട്ടറി M ഉണ്ണികൃഷ്ണൻ, AITC സംസ്ഥാന സെക്രട്ടറി CP മുരളി, AITC നേതാവ് MK ജയരാജൻ, കിസാൻ സഭ സംസ്ഥാന ട്രഷറർ CP ഷൈജൻ, കല്ലാട്ട് പ്രേമൻ, C കൃഷ്ണൻ, അരക്കൻ ബാലൻ, M ഗംഗാധരൻ, താവം ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി K മനോഹരൻ സ്വാഗതം പറഞ്ഞു. പയ്യാമ്പലം അങ്കണവാടി കെട്ടിടത്തിന് മുകളിൽ മരം വീണു. കനത്തൂർ അങ്കണവാടിയുടെയും ജില്ലാ പാഠപുസ്തക ഡിപ്പോയുടെയും കെട്ടിടത്തിന് മുകളിൽ മരം പൊട്ടി വീണു. പാഠപുസ്തക ഡിപ്പോയുടെ വരാന്തിയിൽ സ്ഥാപിച്ച ഷീറ്റ് തകർന്നു. അങ്കണവാടിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിൻ്റെ മഴവെള്ള പാത്തിയും ഏതാനും ഓടുകളും തകർന്നു. 1 വർഷം മുമ്പ് ശോചനീയാവസ്ഥയിലായിരുന്ന അങ്കണവാടി കെട്ടിടം കോർപ്പറേഷൻ നവീകരണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കെട്ടിടത്തിൻ്റെ അപകട അവസ്ഥയിലായതിനാൽ 1 വർഷത്തിലധികമായി ഇവിടെ കുട്ടികൾക്ക് ഇല്ല. മരം വീണത് രാത്രിയായതിനാലും കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ ഇല്ലാതിരുന്നതിനാലും വൻ അപകടം ഒഴിവായി.
നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിന് സമീപത്തെ തേക്ക് മരങ്ങളുടെ ചില്ലകൾ പൂർണ്ണമായും കെട്ടിടത്തിന് മുകളിലാണ്. ഭാവിയിൽ ഇതും അപകടം ക്ഷണിച്ചു വരുന്നതാണ്. ചില്ലകൾ മുറിച്ചു മാറ്റണമെന്ന് കോർപ്പറേഷൻ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇതേ കോമ്പൗണ്ടിലെ വനിതാ TTIയുടെ പിറകിലെ മരം കടപുഴകി വീണിരുന്നു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്ത സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.